മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ്, നമുക്കറിയാം നമ്മുടെ എക്സാം എടുത്തിട്ടുണ്ടല്ലേ. എക്സാം അടുത്തു എന്നല്ല, നാളെയാണ് നമ്മുടെ എക്സാം അല്ലേ. അപ്പൊ അതിന് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. നമുക്കറിയാം സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഉന്നതമായിട്ടുള്ള എന്താണ്, സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഏവ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോം എ സ്റ്റേറ്റ്? ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വേണ്ടത്? മിസ് പറഞ്ഞിരുന്നു, പോപ്പുലേഷൻ, ജനസംഖ്യ വേണം. പിന്നെ എന്ത് വേണം? അവിടെ ഒരു ടെറിട്ടറി, ഒരു കൃത്യമായ ഒരു ബൗണ്ടറി വേണം. അവിടെ ഗവൺമെന്റ് വേണം. സോവേണിറ്റി. അപ്പൊ ഇതാണ് എന്ത്, നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ഈ 4 ഫാക്ടേഴ്സ് വേണം. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ആൻസർ എന്താ എഴുതേണ്ടത്? യെസ്, ഈ ഒരു ആൻസർ ആണ് മക്കള് എഴുതേണ്ടത് കേട്ടോ. പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ് ആൻഡ് സോവറിനിറ്റി ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോം എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് ആവണമെങ്കിൽ ഈ 3 ഘടകങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ ഏവ? വാട്ട് ആർ ദ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, റൈറ്റ്? ദ ഡ്യൂട്ടീസ് ഓഫ് ലെജിസ്ലേച്ചർ. രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ ഏവ? ഏതൊക്കെയായിരുന്നു? യെസ്, ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി അല്ലെ. അപ്പൊ എന്താണ്? നിയമനിർമ്മാണം അല്ലെ, നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, ജുഡീഷ്യറി അല്ലെ, നീതിന്യായ വിഭാഗം. ലെജിസ്ലേച്ചറിന്റെ ഡ്യൂട്ടീസ് ആണ് ചോദിച്ചത് ചോദ്യത്തിൽ അല്ലെ. അപ്പൊ എന്താണ് ലെജിസ്ലേച്ചർ എന്താ ചെയ്യുന്നത്? നിയമങ്ങൾ ഉണ്ടാക്കുക അല്ലെ, നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവണേ അത് പരിഹരിക്കുന്നത് ആരാണ്? ജുഡീഷ്യറി ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ലെജിസ്ലേച്ചറിന്റെ ഡ്യൂട്ടീസ് ആണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? യെസ്, നോക്കിക്കോ. ലെജിസ്ലേച്ചർ ഇൻക്ലൂഡ് മേക്കിംഗ് ലോസ്, നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ബ്രിങ്ങിങ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് ലോസ് അല്ലെ, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ള റൈറ്റും ആർക്കാണ്? ലെജിസ്ലേച്ചറിനാണ് ഉള്ളത്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് എന്താ, നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, തന്നെ അടുത്ത് നോക്കിക്കോ. ഹോമോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യവർഗങ്ങളുടെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത്. മനുഷ്യവർഗത്തെ തിരിച്ചറിഞ്ഞ് പേര് നൽകുക. എന്താണ്? യെസ്, ബുദ്ധിയുള്ള മനുഷ്യർ ആരായിരുന്നു? ഹോമോ സാപ്പിയൻസ് ആയിരുന്നു അല്ലെ. ഏതാണ്? ഹോമോ സാപ്പിയൻസ് ആണ് അല്ലെ. ഹോമോ സാപ്പിയൻസ് അല്ലേടാ, അല്ലെ? ഹോമോ സാപ്പിയൻസ് അല്ലേ? യെസ്, ഹോമോ സാപ്പിയൻസ്. ഇവിടെ മിസ് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോമോസാപ്പിയൻസ് ആണ്, ഹോമോസാപ്പിയൻസ്. ഓക്കെ, അതുപോലെ എന്താ, ഹോമോ ഹാബിലീസ് ആരായിരുന്നു? ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണേ. ടൂൾ മേക്കേഴ്സ് ആയിരുന്നു അല്ലെ. ടൂൾ മേക്കേഴ്സ് ആരായിരുന്നു? ഹോമോ ആരടാ? ഹോമോ ഹാബിലീസ്. ഈ ഒരു ആൻസർ നിങ്ങൾ ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഹോമോ ഹാബിലീസ് എന്ന് പറയും കേട്ടോ. ഓക്കെ, അതുപോലെ അപ്രൈറ്റ് ഹ്യൂമൻസ്, നിവർന്നു നിൽക്കുന്നവരായിരുന്നു. ഹോമോ ഇറക്ടെക്സ് ആണ് അല്ലെ. അപ്പൊ ആൻസർ എന്താണ്? ഒക്കത്തിന്റെ ആൻസർ ഇവിടെ ഉണ്ട്, ഹോമോ ഇറക്ടെക്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യരായിരുന്നു. ഹോമോ ഹാബിലീസ് എന്ന് പറയുന്നത് ആരായിരുന്നു? യെസ്, ടൂൾ മേക്കേഴ്സ് അല്ലെ, ഉപകരണ നിർമ്മാതാക്കളായിരുന്നു. ദെൻ ഹോമോ ഇറക്ടെക്സ് ആയിരുന്നു നിവർന്ന് നിൽക്കുന്നത് അല്ലെ, അപ്രൈറ്റ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അതുപോലെ ബി ക്വസ്റ്റ്യൻ നോക്കിയോ. മനുഷ്യഭരണവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയം കണ്ടെത്താനാണ് പറയുന്നത്. ഏതാണ്? യെസ്, സസ്തനികളിലെ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത്. ഹോമിനിഡുകളിൽ നിന്ന് പരിഗണിച്ചാണ് ഹോമിനോയിഡുകൾ ഉണ്ടാക്കുന്നത്. തെറ്റല്ലേടാ? ഹോമിനിഡുകൾ എന്നല്ലല്ലോ, ഹോമിനോയിഡുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഹോമിനോയിഡില് രണ്ട് കാൽ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ത്, ഹോമിനിഡുകൾ. അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. ആദ്യത്തെ എന്താണ്? ശരിയാണ് അല്ലെ. സസ്തനികൾ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നല്ലേ ആരംഭിക്കുന്നത്, മനുഷ്യന്റെ പരിണാമം ആരംഭിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഹോമോയുടെ ഉപവിഭാഗമാണോ ആസ്ട്രലോപിത്തക്കസ്? അല്ലേ, അല്ലല്ലോ. ഹോമോയിൽ 3 എണ്ണുള്ളത്, ഹോമോയുടെ ഉപവിഭാഗം അല്ല. അപ്പൊ എന്താണ്? ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അതുപോലെ ആധുനിക മനുഷ്യന്റെ വർഗമാണ് ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത്. ആണോ? ഹോമോ ഹാബിലസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മോഡേൺ മാൻ. ആണോ ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് ഇവരുടെ നമ്മളെ പോലെയുള്ള ആൾക്കാരാണോ? അല്ല. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. ആൻസർ എന്താണ്? യെസ്, സസ്തനികളിൽ ഒരു വിഭാഗമായ
പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യന്റെ പരിണാമം ആരംഭിക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ ഏത് ഗ്രന്ഥത്തിലാണ് അവതരിപ്പിച്ചത്? നമുക്കറിയാം എന്താണ്, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എന്താ മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇതാണ് എന്ത്, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ് എന്ത്, ആ ഒരു പുസ്തകത്തിലാണ് മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ ഓർത്ത് വെക്കുക, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. മറ്റൊന്നെന്താണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഗ്രോത്ത് ഓഫ് മഗധ? മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? യെസ്, ഗംഗയുടെയും പോഷക നദികളുടെയും എന്താണ് സാമീപ്യം കൊണ്ടുണ്ടായ ഫലപുഷ്ടത, കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തുണ്ടായ പുരോഗതി, ഇരുമ്പായുധത്തിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും, ശക്തരായ ഭരണാധികാരികളും ശക്തരായ സൈന്യവും ആർക്കുണ്ടായിരുന്നു? മഗധയിൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പം മഗധ വലിയൊരു മഹാജനപദമാണ് അല്ലെ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മഹാജനപദമായിരുന്നു. അതിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ പറഞ്ഞത്. Fertility resulting from proximity to the Gangas and its tributaries, then progress in agriculture and trade, and presence in iron ore manufacture and use of iron weapons and tools. Then powerful rulers and strong military. ഇതാണ് എന്താ മഗധയുടെ വളർച്ചയ്ക്ക് സ്വാധീനിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചത് റൈറ്റ് ഡൗൺ ദ 3 ഐഡിയൽസ് ഓഫ് ജൈനിസം. മക്കളെ, നമുക്കറിയാം അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും വളർന്നു വന്ന ഫിലോസഫീസ് ആയിരുന്നു എന്താ, ജൈനിസവും ബുദ്ധിസവും അല്ലെ. അതിൽ ജൈനിസത്തിന്റെ ആശയങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ ആശയങ്ങളോ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ എന്താണ്, എന്തൊക്കെയായിരുന്നു നമ്മുടെ ജൈനിസത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്നാ യെസ്, നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല അല്ലെ, ഡു നോട്ട് സ്റ്റീൽ, എന്താണ് ഡു നോട്ട് ലൈ അല്ലെ. അപ്പൊ ആ 2 പോയിന്റ്സ് പഠിക്കുക. പിന്നെ എന്താണ്, എല്ലാത്തിനും ജീവനുണ്ട് അല്ലെ, എല്ലാത്തിനും ജീവനുണ്ടെന്നുള്ളത് ജൈനിസത്തിന്റെ ആശയമായിരുന്നു. മറ്റൊന്ന് പറയുന്നത് എന്താണ്, ജീവനുള്ള ഒന്നിനെ എന്താണ് ഉപദ്രവിക്കരുത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് ജൈനിസത്തിന്റെ ആശയങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു ജൈനിസത്തിന്റെ ആശയങ്ങൾ? മക്കൾ ഒന്നുകൂടി പറഞ്ഞേ. യെസ്, നമുക്കറിയാലേ, നമുക്ക് ഓൾറെഡി അറിയാം ജൈനിസത്തിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. മിസ് ജസ്റ്റ് ഇവിടെ എഴുതി തരാം. അപ്പൊ ഇതിന്റെ ബി ക്വസ്റ്റിനുള്ള ആൻസർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഴുതാൻ പറ്റുമോ ജൈനമതത്തിന്റെ ആശയങ്ങൾ? മിസ് ഇവിടെ ബി എന്ന് പറയുന്ന കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ആൻസർ? യെസ്, ഓൾ തിങ്സ് ഹാവ് ലൈഫ്. ഓക്കെ, അതായത് എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ടടാ? ജീവനുണ്ട്. അതുപോലെ അടുത്ത പോയിന്റ് എന്താണ്? യെസ്, കളവ് പറയരുത് അല്ലെ. ഡു നോട്ട് സ്റ്റീൽ ആൻഡ് ഡു നോട്ട് ലൈ. മോഷ്ടിക്കരുത് അല്ലെ, മോഷ്ടിക്കരുത്. അതുപോലെ എന്താണ്? യെസ്, കള്ളം പറയരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഒരു 2-3 നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ജൈനമതത്തിന്റെ ആശയങ്ങളും ബുദ്ധമതത്തിന്റെ ആശയങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതുപോലത്തെ ചോദ്യങ്ങളായിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.